നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ദിയമോളെ എവിടെയെല്ലാം നോക്കി. കുട്ടിക്കാകെ ബോറടിക്കാണ് ജഗ. കൂടെ കളിക്കാനും ചിരിക്കാനും ഒന്നും ആരും ഇല്ലല്ലോ. കാലിന് പ്രശ്നമായതുകൊണ്ട് വന്ദനെ അങ്ങനെ എവിടേക്കും കൊണ്ടുപോകാറുമില്ല. കൊച്ചുകുട്ടിയല്ലേ, മുഖം വീർപ്പിച്ചിരിക്കാന്നല്ലാണ്ട് അവൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? കഷ്ടമാണല്ലോ. എന്റെ ദിയക്കുട്ടി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് വൃത്തികേടാണല്ലോ. ദേ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോവും. ആ ദിയമോളെ, മോളെ മോളെ വേണ്ട, ആരും എന്നെ കൊഞ്ചിക്കണ്ട. എന്റെ കൂടെ ആരും കളിക്കാൻ വരുന്നില്ല. ഗോകുൽ ചേട്ടൻ പോലും തീമളെ മൈൻഡ് ചെയ്യുന്നില്ല. വന്ദനമ്മയ്ക്കും വലിയ ജാടയാ. തീമൾക്ക് ആരും കൂട്ടില്ല. ഓ, ഇതൊരു ഗുരുതരമായ വലിയ പ്രശ്നമാണല്ലോ. ഒറ്റപ്പെടുത്തലിനെതിരെ ജഗനങ്ങളെ ഒരു പ്രതിഷേധ സമരം നടത്താൻ പോവാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോള് എന്റെ കൂടെ കറങ്ങാൻ വാ. നമുക്ക് ഈ ഭൂഗോളം മൊത്തം ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. അപ്പൊ എന്റെ മോളുടെ ബോറടി എന്ത് ചെയ്യും? എന്താ? ഞാൻ റെഡി. അല്ല, അതിപ്പോ ഒന്നും പറയണ്ട. കുട്ടിയുടെ ബോറടി കണ്ടിട്ട് എനിക്കും വിഷമാവുന്നുണ്ട്. മോളെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. അല്ല, മനോജ് കൂടെ പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. അത് ശരിയാവില്ല. ഏട്ടാ, ഏട്ടന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിന് മനോജിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇനി റിപ്പയറിങ്ങിനൊക്കെ ആ വർക്ക്ഷോപ്പിൽ പോയാ മതി. മതി. എന്നാ പോവാ മനോജ്. അതിപ്പോ 3 പേര് ഒരുമിച്ച് 2 വീലറിൽ പോയാൽ ശരിയാവൂ? എന്റെ വണ്ടി കൂടി എടുക്കായിരുന്നു, പക്ഷെ ട്രിപ്പിൾസ് ഒരു സുഖ. ആ പിന്നെ ജഗന്റെ വണ്ടി പെറ്റിയടിക്കാൻ ഇവിടെ ഒരു പോലീസുകാരനും ധൈര്യം ഉണ്ടാവില്ല. നാളെ ഞാൻ മന്ത്രിയായാലോ എന്നുള്ള ഭയം കാണില്ലേ? എന്നാ ഞാൻ വണ്ടി ഓടിക്കാം. ഓ ആയിക്കോട്ടെ. മോനെ, സൂക്ഷിച്ചു പോണേ. ശരി ശരി അമ്മേ. ദേ കുട്ടി വാ 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 വാ. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.